ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു അൽക്കുലത്ത് സാധനം എത്രത്തോളം എല്ലാവർക്കും മനസ്സിലാവുന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ടേബിളിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എന്തോ ആയിക്കോട്ടെ, നല്ലൊരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേയൊക്കെ പൈസ ലാഭിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എന്താ ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ഇതാ ഇതുപോലത്തെ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കാരണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ ഷേപ്പ് അതുപോലെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതുവരെ ആയിട്ടും ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെയാണോ എന്ന് വിചാരിക്കുന്നവരോട് ഇതൊക്കെ അത്ര നിസ്സാരക്കാരനല്ല കേട്ടോ. ഓവറായിട്ട് ഇൻട്രോ കൊടുത്തിട്ട് ഞാൻ ചളാക്കുന്നില്ല. എന്താണ് കാര്യം എന്നുള്ളത് ഞാൻ പറയാം. കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീഡിയോൻ്റെ താഴെ വരുന്ന ഒരു കമൻ്റാണ്, നമ്മുടെ ഡ്രോയിങ്സിനൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന നമ്മളെ പേപ്പർ ബ്ലെൻഡർ ഉണ്ടല്ലോ, അതായത് ഡ്രോയിങ് ചെയ്യുമ്പോൾ ഷെയ്ഡിങ്ങിനൊക്കെയാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ദാ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നല്ല രീതിയിൽ എയർ ടൈറ്റ് ആയിട്ടൊന്ന് നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ പക്കായിട്ട് കിട്ടും. അതിൻ്റെ റിസൾട്ട് കണ്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ഒരു ബ്ലൂ ഹാർട്ട് കമൻറ്റ്.